പനിയുള്ളപ്പോൾ നിങ്ങൾ മൂന്നാർ പോയിട്ടുണ്ടോ? ഒന്ന് പോയി നോക്കണം കേട്ടോ. നല്ല രസമാണ്. ആക്ച്വലി ഞങ്ങളുടെ ഓണേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ച് നാൾ മുന്നേ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു ഈ ഒരു മൂന്നാർ ട്രിപ്പ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒഴിവാവാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അങ്ങനെ ഞാനും കൂടെ പോയി. HR പറഞ്ഞത് ഇതൊക്കെ ഒരു അഡ്വഞ്ചർ ആയിട്ട് എടുത്ത് വരാനാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ച അത്രയും ആ ഒരു അഡ്വഞ്ചർ എനിക്ക് പണി തന്നില്ല. ഒന്നാമത്തെ കാര്യം എന്റെ ബോഡി വീക്ക് ആണെന്നുണ്ടെങ്കിൽ എന്റെ മനസ്സും ഓട്ടോമാറ്റിക്കലി വീക്ക് ആവും. ഇവിടെ ഞാനൊരു ട്വിസ്റ്റ് അല്ല ഒരു ഐഡിയ ഉപയോഗിച്ചു. എന്റെ മനസ്സിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഞാൻ. ഓണാവ് എന്തായാലും നമ്മൾ വന്നു, അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതൊരു പരിധി വരെ ഇട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ വന്നിട്ട് ആദ്യം പോയത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആർക്കും വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ലെന്നുണ്ടെങ്കിലും ലഞ്ച് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഫസ്റ്റ് റെസ്റ്റോറന്റിന്റെ ഭാഗത്തോട്ട് പോയിട്ടോ. നല്ല വ്യൂ ആയിരുന്നു. ഫ്രണ്ടിൽ ഒരു പൂള്, റെസ്റ്റോറന്റ് ആണെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഹെവി ഫുഡായിരുന്നു. എന്റെ പ്ലേറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ബിരിയാണി ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, നൂഡിൽസ് ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിക്ക് ഫുഡ് കഴിച്ചു. അല്ലെങ്കിലും ഈ മൂന്നാർ ട്രിപ്പ് വന്നിട്ട് എന്റെ മനസ്സിലോട്ട് ഇപ്പൊ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് ഫസ്റ്റ് വരുന്ന മെമ്മറി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഫുഡാണെന്ന്. കാരണം അത്രത്തോളം ഫുഡ് നമ്മൾ ഈ 2 ദിവസം കൊണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഗൈസ്. ബൈ.